തെരുവുനായ ശല്യത്തിനെതിരെ NEPR ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. മജസ്റ്റിക് ജുവല്ലേഴ്സ്. തെരുവുനായ ശല്യം മൂലം ജനങ്ങൾ നേരിടുന്ന സുരക്ഷാ ഭീഷണികൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സിന്റെ നേതൃത്വത്തിൽ പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജനകീയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. NFPR പൊന്നാനി താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് ഷാഫി മടയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കേരള ജനമൈത്രി സംസ്ഥാന ചെയർമാൻ നജീം കളങ്ങര നായയുടെ വേഷമിട്ട് നാട്ടുകാരെ അമ്പരപ്പിച്ചു. ജില്ലാ സെക്രട്ടറി നുസ്രത്ത് ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് കമ്മിറ്റി അംഗങ്ങളായ നൂറുദ്ദീൻ കോയ, ഇബ്രാഹിംകുട്ടി BM, ബദറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി മുജീബ് സ്വാഗതവും താലൂക്ക് ട്രഷറർ സുബൈർ നന്ദിയും പറഞ്ഞു. തെരുവുനായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ശല്യമുള്ള തെരുവുനായകളെ ദയാവധം നടത്താനുള്ള സുപ്രീം കോടതി ഉത്തരവ് അധികാരികൾ നടപ്പാക്കണമെന്നും ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണുന്നതിൽ ഭരണകൂടം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. NFPR താലൂക്ക് ഭാരവാഹികളായ സൗദ നാലകത്ത്, റാഫി നെതലൂർ, അലി പൊന്നാനി, കമറുദ്ദീൻ, അബ്ദുറഹിമാൻ, മുംതാസ്, വിനി ഇസ്മായിൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. തെരുവുനായ ശല്യത്തിനെതിരെയുള്ള ഒരു ജനകീയ പ്രതിഷേധത്തിലാണ് നമ്മളെല്ലാവരും സമ്മേളിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹം വളരെയധികം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് തെരുവുനായ ശല്യം. നിരന്തരമായി ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഓൾ കേരള യാത്ര എല്ലാ പഞ്ചായത്തിലും അത് ഒരു ചമട് പേപ്പറുണ്ട്, ഇത്ര ഒരു അടുക്ക് പേപ്പറാണ്. സെക്രട്ടേറിയറ്റ് ചെന്നപ്പോൾ കള്ള പോലീസുകാർ കത്തിച്ച് കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു വീൽ ചെയർ 8000 കിലോമീറ്റർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ഒരു വീൽ ചെയർ അത് അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു. എന്തിനു വേണ്ടി? മരുന്ന് മാഫിയോട് കൂട്ടു നിൽക്കുന്നതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്ന പോലീസ് ഏമാന്മാർ. അതിന് ബഹുമാനപ്പെട്ട ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രിയോട് ആ സാധനങ്ങൾ തിരിച്ചു തരാനുള്ള കനുണ്ടാവണം. എൻ്റെ അല്ല, പൊതുജനങ്ങളുടെ ഒപ്പം അവരെ പരാതികളും പല പഞ്ചായത്തിലേറെ കാര്യങ്ങളൊക്കെയാണ്. ആ സാധനം ഏത് പോലീസുകാരാ നഷ്ടപ്പെടുത്തിയത്? എന്തിനു വേണ്ടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. മരുന്ന് മാഫിയോടെ കൂട്ടിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ പട്ടി അടിച്ചു കൊല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലാഭം കിട്ടുക?